ഹായ് ഹലോ, ഇന്ന് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ലിൻഡൽ കോൺക്രീറ്റിംഗ് ആണ്. അപ്പോൾ ഈ ലിൻഡൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണിത്. നമ്മൾ മെയിനായിട്ട് ലിൻഡൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ക്യാമറ ഒന്ന് ഇങ്ങോട്ട് കാണിച്ചോളൂ. ഇതിപ്പോൾ നമ്മൾ ബ്രിക്ക് വർക്കിൻ്റെ മുകളിൽ ലിൻഡൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 8 mm കമ്പിയാണ് നമ്മളിപ്പോൾ കെട്ടിയിട്ടിരിക്കുന്നത്. ഈ 8 mm കമ്പി ആണ് മെയിനായിട്ട് ലിൻഡലിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് 8 ഇഞ്ച് അകലത്തിലാണ് സ്ട്രിപ്പ് വന്നിരിക്കുന്നത്. ഇതിനെയാണ് സ്റ്റിറപ്പ് എന്ന് പറയുന്നത്. അതും 8 mm തന്നെ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലിൻഡൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കവറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ 2 സൈഡും മിനിമം 1 ഇഞ്ച് കവറെങ്കിലും വേണം. അതുപോലെ തന്നെ ബോട്ടം കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ഈ ബോട്ടം ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം കോൺക്രീറ്റ് ചെയ്യാൻ. എന്നാലാണ് ഇവിടെയും കവറിങ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലിൻഡൽ കെട്ടുമ്പോൾ ഈ സ്റ്റിറപ്പ് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ ലെഗ് ഒരെണ്ണം ലെഫ്റ്റിലാണെങ്കിൽ അടുത്ത സ്റ്റിറപ്പ് കെട്ടുമ്പോൾ അതിൻ്റെ റൈറ്റിലായിരിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് കെട്ടാനും പാടുള്ളൂ. കോൺക്രീറ്റ് നമ്മൾ നന്നായിട്ട് കുത്തി ഇറക്കി കൊടുക്കുക. യാതൊരു കാരണവശാലും സ്ലറി അതിൻ്റെ പുറത്തേക്ക് പോകാതെ നോക്കുക. സ്ലറി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. ഓക്കെ.